ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട ഏവരുമേ, വലിയ നോയമ്പിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നാം കടന്നു വരികയാണ്. നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കൂട്ടം ജനമാണ് നിനിവയിലെ ജനങ്ങൾ. യോന പ്രവാചകൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുകയും തങ്ങൾക്ക് വരുവാനിരുന്ന അപകടത്തെ ദൈവകൃപയാൽ മാറ്റിയെടുക്കുകയും ചെയ്ത ഒരു കൂട്ടമാണ് നിനിവ. ആ കാലഘട്ടത്തെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് വിഭജിച്ച് ചിന്തിക്കുവാൻ സാധിക്കുന്നു. യോന പ്രവാചകൻ്റെ കാലഘട്ടം വരെയും അതിനുശേഷമുള്ള കാലഘട്ടം. യോനയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിലെ ജനങ്ങൾ യോനയുടെ വാക്കുകൾ കേൾക്കുകയും നാശത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്തതായി വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അതിനുശേഷം നഹൂം പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ വീണ്ടും നിനവയ്ക്കെതിരെയുള്ള ദൈവപ്രവചനം കേൾക്കുവാൻ നമുക്ക് ഇടയാകുന്നു. യോനയ്ക്ക് ശേഷം ഏകദേശം 150 വർഷങ്ങൾക്ക് ശേഷമാണ് നഹൂം പ്രവചനം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെയും സന്ദേശം അതുതന്നെയായിരുന്നു, നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം ജനം. എന്നാൽ നിനിവയിലെ ജനങ്ങൾ തങ്ങളുടെ ചെയ്തികൾ വിട്ടുമാറുവാനായിട്ട് തയ്യാറാകുന്നില്ല. അതുവഴി നിത്യമായ നാശത്തിലേക്ക് ആ രാജ്യം വീണു പോകുന്നതായിട്ട് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കാലഘട്ടത്തിലെ ജീവിത രീതികൾക്കും വലിയ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ കാലഘട്ടത്തെയും ഇതേപോലെ രണ്ട് ഭാഗമായിട്ട് വിഭജിച്ച് ചിന്തിക്കുവാൻ സാധിക്കുന്നതാണ്. കോവിഡിന് മുമ്പുള്ള ഒരു കാലഘട്ടവും കോവിഡിന് ശേഷമുള്ളൊരു കാലഘട്ടവും. കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എല്ലാ ആളുകളും നമ്മോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകണം. അതുകൊണ്ടായിരിക്കാം ദൈവം നമ്മുടെ മേൽ വരുത്തുവാനിരുന്ന ന്യായവിധി ഇല്ലാതെയായിപ്പോയത്. എന്നാൽ കോവിഡിന് ശേഷം പലപ്പോഴും നമ്മുടെ ആളുകൾ ദൈവത്തിൽ നിന്നും കൂടുതൽ അകന്നു പോകുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. ദേവാലയത്തിൽ പോകേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ ദേവാലയത്തിൽ പോയിരുന്നില്ല, വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിരുന്നില്ല, പ്രാർത്ഥിച്ചിരുന്നില്ല, ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ നഹൂം പ്രവാചകൻ നമ്മെ ശരിക്കും ഓർമ്മിപ്പിക്കുന്നുണ്ട്, നാശം നമ്മുടെ പടുവാതിക്കൽ എത്തിയിരിക്കുകയാണ്. ആയതിനാൽ നമ്മുടെ ജീവിതത്തെ ശരിയായി ക്രമീകരിച്ചുകൊണ്ട് സത്യ അനുതാപത്തിലൂടെ ദൈവത്തെ തിരികെ പിടിക്കുവാനായിട്ട് നാശത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനും നോമ്പും പ്രാർത്ഥനകളുമൊക്കെ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുഴിമറ്റം യുവജന പ്രസ്ഥാനത്തിൻ്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 90 ചിന്തകൾ അവതരിപ്പിക്കുന്നതായ ഈ പദ്ധതിയുടെ ഭാഗമായി നിങ്ങളുമൊത്ത് ദൈവചിന്തകൾ പങ്കിടുവാൻ ദൈവം അവസരം തന്നതിൽ പ്രത്യേകമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ചും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ആളുകളുടെ എണ്ണം കൂടി വരുമ്പോൾ ദൈവത്തോട് ചേർത്ത് പിടിക്കുന്ന, ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടം യുവജനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായും വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവിധ ഭാവുകങ്ങളും പ്രത്യേകമായിട്ട് പ്രസ്ഥാനത്തിന് നേരുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം തമ്പുരാൻ ധാരാളമായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു.